ചൈനയിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന മകന് നീതിയുക്തമായ വിചാരണ നൽകണമെന്ന ആവശ്യവുമായി പിതാവിന്റെ പോരാട്ടം. വഞ്ചന കുറ്റം ചുമത്തപ്പെട്ട് അഴിക്കുള്ളിൽ കഴിയുന്ന കാവോ ജിൻ എന്ന തന്റെ മകന് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിലാണ് വിചാരണ നേരിടേണ്ടി വരുന്നതെന്ന് പിതാവ് കാവോ ബിൻറിങ് വെളിപ്പെടുത്തി. അധികൃതരോട് നീതിയുക്തമായ വിചാരണ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അൻഹു പ്രവിശ്യയിലെ കോർണർ സ്റ്റോൺ റീഫോർമഡ് ക്രൈസ്തവ കൂട്ടായ്മയിലെ അംഗമാണ് കാവോ ബിൻറിങ്. വ്യക്തിപരമായ ജീവിതത്തിലും ജോലിയിലും ഒരിക്കൽ പോലും അനീതി നടത്തിയിട്ടില്ലാത്ത മകന്റെ മേൽ വഞ്ചനാക്കുറ്റം ചുമത്തപ്പെട്ടുവെന്നത് അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണെന്ന് കാവോ ബിൻറിങ് പറഞ്ഞു. ജലവിഭവ മന്ത്രാലയത്തിന്റെ ഒരു വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന മകൻ എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും പക്കൽ നിന്ന് പണം വാങ്ങിയതിന് യാതൊരു തെളിവുമില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുറെ വർഷങ്ങളായി ശമ്പളത്തിന്റെ ഒരു ഭാഗം ക്രൈസ്തവ കൂട്ടായ്മയ്ക്ക് നൽകുന്നുണ്ടായിരുന്നു. കൂടാതെ സാമ്പത്തിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ക്രിസ്തീയ കൂട്ടായ്മയിലെ കുടുംബങ്ങളിലും കാവോ ജിൻ സന്ദർശനം നടത്തി തനിക്ക് സാധിക്കുന്ന സഹായം ചെയ്യുമായിരുന്നു. കൂട്ടായ്മയിലെ പാസ്റ്റർമാരും മറ്റു പ്രവർത്തകരുമായും ബന്ധം പുലർത്തിയതിന്റെ പേരിലും ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിലുമാണ് മകന്റെ മേൽ കുറ്റം ചുമത്തി തടങ്കലിൽ വെച്ചിരിക്കുന്നതെന്നും പിതാവ് ആരോപിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭാവം പുലർത്താത്ത ക്രിസ്ത്യൻ സമൂഹങ്ങളെ സാധാരണയായി ഇത്തരത്തിലുള്ള കുറ്റം ചുമത്തിയാണ് അധികൃതർ ഉപദ്രവിക്കുന്നത്. മകന്റെ തിരിച്ചുവരവിനു വേണ്ടി പ്രാർത്ഥനയിൽ ആശ്രയിച്ചുള്ള നിയമ പോരാട്ടത്തിലാണ് ഈ ക്രിസ്ത്യൻ കുടുംബം.